ശശി തരൂർ കോൺഗ്രസിന് ഒരു വലിയ വയ്യാവേലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൃത്യമായ വിമർശനം കോൺഗ്രസിന് നേരെ ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ പൂർവ്വകാലത്തെയൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയാണ് കുറച്ചു നാളായിട്ട് ശശി തരൂരിന്റെ വിമർശന വിഷയം. ഇപ്പൊ സഞ്ജയ് ഗാന്ധിയെ അടക്കം എടുത്ത് പേരടക്കം പരാമർശിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും കോൺഗ്രസിനകത്ത് ഇങ്ങനെ അധികകാലം മുന്നോട്ട് പോകാൻ കഴിയില്ലായിരിക്കും അല്ലേ സർ? ശശി തരൂര് കോൺഗ്രസിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിലേറെ എൻ്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ശശി തരൂർ ഇല്ലാതാവുന്നു എന്നതാണ്. ശശി തരൂർ എന്ന പണ്ഡിതനായ പ്രതിഭാശാലി നമ്മൾ നോക്കി നിൽക്കുകയും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് സൂത്രശാലിയായ രാഷ്ട്രീയക്കാരൻ, അത് വളരെ പ്രകടമായി അദ്ദേഹം ആ ഒരു രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിഭാശാലിയിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള ഒരു പരിവർത്തനം എത്രമേൽ ദയനീയമാണ് എന്ന് ഇപ്പോൾ ശശി തരൂരിനെ നോക്കി നമുക്ക് പറയാൻ പറ്റും. ശശി തരൂർ വലിയ പ്രതീക്ഷ ഉയർത്തിയ ഒരാളാണല്ലോ. ശശി തരൂരിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്ന പ്രതീക്ഷ കേരളത്തിൽ നിന്ന് ഒരു പക്ഷേ ദേശീയ ലെവലിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ ഉയർത്തി കാണിക്കാൻ സാധിക്കുന്ന ഒരു കാലം വരുമെങ്കിൽ അത് എന്നായാലും കെ കരുണാകരനെ കുറിച്ച് അങ്ങനെ സൂചന ഉണ്ടായിരുന്നു പണ്ട്. അതിനുശേഷം ഒരാൾ ഉണ്ടായിട്ടില്ല, ദേശീയ പുരുഷൻ എന്നൊക്കെ പറയാവുന്ന ഒരാൾ. അപ്പോൾ അങ്ങനെ സാധ്യത ഉണ്ടായിരുന്നു. ലോകത്തിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും രാഷ്ട്ര നേതാക്കന്മാരെയും നേരിട്ട് ബന്ധപ്പെടാവുന്ന ഒരു ആ തരത്തിലുള്ളൊരു സ്റ്റേച്ചർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. സർവോപരി ഇപ്പോൾ വന്ന വിവാദം പോലും ഒരു കാലത്ത് വളരെ പ്രസക്തമായിരുന്നു. കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തിനിടയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹത്തെ ഉയർത്തി കാണിക്കാമായിരുന്നു. അപ്പോഴൊക്കെ അദ്ദേഹം ഈ പ്രതീക്ഷകൾക്കിടയിലും അദ്ദേഹം ഉയർന്നു നിന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ പുറത്താണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായി എഴുതുകയും പറയുകയും ചെയ്തിട്ട് പാർലമെൻറ്റിനകത്തും പുറത്തും, ഇന്ത്യക്കകത്തും പുറത്തും, ലോകവേദികളിൽ ഇപ്പോൾ ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചൊക്കെ, ഇന്ത്യൻനെസ്സിനെ കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങൾ അത്ര എഫക്റ്റീവായിട്ട് ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അദ്ദേഹത്തിൻ്റെ കാലിബർ, അതൊക്കെ തന്നെ. മാത്രമല്ല ഒരു ഗ്ലോബൽ ലൈഫ് അദ്ദേഹത്തിനുണ്ട് ആ അർത്ഥത്തിലൊക്കെയുള്ള. അപ്പോൾ ഇപ്പോഴത്തെ ശശി തരൂർ പക്ഷേ അദ്ദേഹത്തിന് മടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അദ്ദേഹത്തെ മടുപ്പിച്ചതിൽ കോൺഗ്രസിന് പങ്കുണ്ടോ എന്ന് അവർ പരിശോധിക്കട്ടെ. പക്ഷേ അദ്ദേഹം വളരെ പ്രകടമായി ശശി തരൂരിനെ പോലെ ഒരാൾ ഇനിയിപ്പോൾ ഞാൻ വിശ്രമിക്കാൻ പോകുന്നു, എനിക്ക് രാഷ്ട്രീയം മടുത്തു എന്ന് പറഞ്ഞാൽ പോലും അദ്ദേഹത്തെ ആരവത്തോടെ സ്വീകരിക്കാൻ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ തയ്യാറാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രം മടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല, അതുകൊണ്ട് ഞാൻ അടുത്ത ലാവണം നോക്കി പോകുമെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. BJPയെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, മീൻസ് കേന്ദ്ര ഗവൺമെൻറ്റിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുക, രാജ്യത്തിന് വേണ്ടിയാണ് എന്ന വ്യാജേന അദ്ദേഹം കിട്ടുന്ന അധികാര സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. മാത്രമല്ല അതൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല. അത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരു നേതാവിനെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും വളർത്താനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ആ കോൺഗ്രസ് അദ്ദേഹത്തിന് ഫിറ്റല്ല എന്ന് മനസ്സിലാവുകയും അദ്ദേഹം ഇറങ്ങിപ്പോകാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണിപ്പോൾ തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഉൾക്കൊള്ളേണ്ട ഒരാളാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ക്ഷണിക്കപ്പെടേണ്ടതും കോൺഗ്രസ് പാർട്ടിയുടെ ഡെലിഗേഷൻ ലിസ്റ്റിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തി കോൺഗ്രസ് കൊടുക്കേണ്ടതുമാണ്. അതല്ല ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേര് കോൺഗ്രസിനോട് ചോദിക്കുക പോലും ചെയ്യാതെ കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്തുന്നു, അത് അപ്പടി അദ്ദേഹം സ്വീകരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയാണെങ്കിൽ ശശി തരൂരിനെ പോലെ വലിയ ഒരു വ്യക്തിത്വമുള്ള നേതാവിനെ നേർക്ക് നേരെ ഉപദ്രവിച്ചിട്ട് ഒരു ദുഷ്പേര് വരുത്തണ്ട, അതിൻ്റെ പേരിൽ ശശി തരൂരിനെ കോൺഗ്രസ് ഉപേക്ഷിച്ചു എന്ന് വരരുത് എന്ന് വെച്ചിട്ടാണ് വളരെ കരുതലോടെയാണ് ഇന്നോളം. ഇപ്പോൾ ഇന്നലെ പോലും VD സതീശൻ പറഞ്ഞത് ഞാനൊരു കോൺഗ്രസ് നേതാവിനെക്കുറിച്ചും പറയില്ല, ഞാൻ പറയേണ്ട വേദിയിൽ പറഞ്ഞോളാം എന്ന്. പിന്നെ കെ മുരളീധരൻ എന്തും പറയാവുന്നതുകൊണ്ട് മുരളീധരൻ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒടുവിലത്തെ ഒരു ചിത്രം വളരെ കൃത്യമാണ്. അദ്ദേഹം ഇപ്പോൾ ഹിന്ദുവിലെ കഴിഞ്ഞ മാസം എഴുതിയ ആർട്ടിക്കിൾ, ഇപ്പോൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെതായി വന്ന ആർട്ടിക്കിൾ, ഹിന്ദുവിലെ ആർട്ടിക്കിളിൽ അദ്ദേഹം എങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ പ്രകടമാണ്. ഇന്ത്യയുടെ മഹത്വം പറയുന്നു, ആ മഹത്വം നരേന്ദ്രമോദിയെ വാഴ്ത്തുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യയുടെ മഹത്വം ലോകവേദികളിൽ എത്തിക്കാൻ പറ്റിയ ഒരു കുറവ് അങ്ങേക്കുണ്ട്, BJPക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങയോടൊപ്പം ഞാനുണ്ടാകുമെന്നൊരു സൂചന വളരെ കൃത്യമായിട്ട് ലോകവേദികളിൽ ഇന്ത്യയുടെ മഹത്വം പറയാൻ, ഇൻ്റർനാഷണൽ പ്രസ്സുമായിട്ട് നിരന്തരമായിട്ട് PR വർക്ക് ചെയ്യാൻ, UN ഉൾപ്പെടെയുള്ള വേദികളിൽ ഇന്ത്യയുടെ ടെററിസം ഉൾപ്പെടെയുള്ള അജണ്ട ഉയർത്തിക്കൊണ്ടുവരാൻ ഒക്കെ അങ്ങയുടെ ഗവൺമെൻറ്റിന് പരാജയം പറ്റുന്നുണ്ട്. അത് ഞാൻ പരിഹരിച്ച് തരാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്നുകിൽ വിദേശകാര്യമന്ത്രി
അപ്പോൾ അദ്ദേഹം പറയാതെ വിമർശിക്കുന്ന ജയശങ്കറിനെ തന്നെയാണ്. വേറൊന്ന് പത്രസമ്മേളനങ്ങൾ, പ്രസ് റിലേഷൻ, അതിൽ മോദി ഒട്ടും നിർവഹിക്കാത്തൊരു കാര്യമാണത്. അത് മോദിയെ തന്നെ വിമർശിച്ചുകൊണ്ടാണ് ഹിന്ദുവിലെ ലേഖനം വന്നത്. ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് വന്ന് ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞത് മുഴുവൻ മാറ്റി പറയുന്നു. ഒരു പക്ഷേ ഇത്ര മനോഹരമായിട്ട് അടിയന്തരാവസ്ഥയെ ന്യായീകരിച്ച് കണ്ടത് ഞാൻ ശശി തരൂരിനെയാണ്. ശശി തരൂർ അത് അദ്ദേഹം പറഞ്ഞ കാലത്ത് എനിക്ക് തോന്നിയിരുന്നു അങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടല്ലോ. കാരണം അടിയന്തരാവസ്ഥ ആവശ്യം വന്നൊരു ഘട്ടമുണ്ട്. 2-3 കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഒന്ന്, ഈ ഇന്ദിരാഗാന്ധിക്കെതിരെ ഇദ്ദേഹം കൊടുത്ത കേസ് ഉണ്ടല്ലോ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ഇന്ദിരാഗാന്ധിക്കെതിരെ വന്നൊരു അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി വന്നല്ലോ, അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ട്. എന്നിട്ട് ഇന്ദിരാഗാന്ധി രാജിവെക്കാതിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്കെതിരായി വലിയ കലാപം കൂട്ടി തുടങ്ങി ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ. അത് ആ കലാപം ആദ്യം വിദ്യാർത്ഥികൾ തുടങ്ങിയതാണ്. JP അത് ഏറ്റെടുത്തു. അത് ഇന്ത്യയുടെ ഒരു ക്രമസമാധാനത്തെ വലിയ തോതിൽ ബാധിക്കും. തീൻമൂർത്തി ഭവൻ ഒരു ഘട്ടത്തിൽ JP പറയുന്നുണ്ട് ഇന്ത്യൻ പട്ടാളത്തോട്, നിങ്ങളൊന്ന് ഓർക്കണം, ഇത് അവസാനിക്കാൻ പോവുകയാണ്, ഇവർ ഇന്ത്യയെ അട്ടിമറിക്കുകയാണ്, അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവ് ഇന്ത്യൻ പട്ടാളം അനുസരിക്കേണ്ടതില്ല എന്ന് വരെ JP പറഞ്ഞു. ആ ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ വേണ്ടതല്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല അടിയന്തരാവസ്ഥയുടെ കുറേ നന്മകൾ കേരളം അനുഭവിച്ചതാണ്. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളം വലിയ ഭൂരിപക്ഷത്തിനാണ് കോൺഗ്രസിനെ തിരഞ്ഞെടുത്തത്. ഏതാണ്ട് ആന്ധ്രയിലും കർണാടകയിലും ഒക്കെ അതേ ഇതുണ്ടായി. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ഇന്ദിരാഗാന്ധി തോൽക്കുകയും ചെയ്തു. അപ്പോൾ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താൻ അത് ഉപയോഗപ്പെട്ടു. തീർച്ചയായിട്ടും നക്സലൈറ്റുകളെ, പിന്നീട് എനിക്ക് തോന്നുന്നു RSSനെ, വേറൊരു തരത്തിൽ ചെറിയ സംഘടനയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കെ അടിച്ചമർത്തിയൊരു കാലമാണത്. അടിച്ചമർത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തിയ സ്റ്റേറ്റുകളുടെ ഒരു പ്രശ്നം കൂടിയാണത്. കേരളത്തിൽ അതിൻ്റെ ദുരന്തങ്ങൾ വല്ലാതെ ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ നന്മകളൊന്നും ഇദ്ദേഹം തന്നെ പറഞ്ഞു തന്ന, നമ്മൾ കേട്ട അടിയന്തരാവസ്ഥയുടെ നന്മകളൊക്കെ ഇപ്പോൾ അട്ടിമറിച്ച് അടിയന്തരാവസ്ഥ അതിക്രൂരവും പൈശാചികവും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ രൂക്ഷമാണ്. അപ്പോൾ അങ്ങനെ ഒന്നാണ് അടിയന്തരാവസ്ഥ. അതെപ്പോൾ ഏത് കാലത്താണ്? അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം ഇന്ത്യ ഒട്ടാകെ ആചരിക്കുന്നു. മാത്രമല്ല ഇന്ത്യ ഗവൺമെൻറ് പ്രത്യേക താല്പര്യത്തോടെ ഈ അടിയന്തരാവസ്ഥ ഏറ്റെടുക്കുന്നു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥക്കെതിരായി പൊരുതിയ കുറ്റത്തിന് ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടവരാണ് RSS. അവരാണ് ഇപ്പോൾ കേന്ദ്രഭരണം കൈയാളുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രീതിപ്പെടുത്തൽ അധ്യായം 2 ആണിത്, എപ്പിസോഡ് 2 ആണ്. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മറ്റാരിത് പറഞ്ഞാലും ഈ ഇദ്ദേഹത്തെ പോലുള്ളവർ, ശശി തരൂരിനെ പോലുള്ളവർ പറയുമ്പോൾ ആശയതലത്തിൽ അത് വല്ലാതെ പരിഹാസ്യമാകും. ഇതെന്തേ ശശി തരൂരിനെ പോലെ പരിണതപ്രജ്ഞനും മഹാപ്രതിഭാശാലിയും ആയ ഒരാൾക്ക് അടിയന്തരാവസ്ഥയുടെ ദൂഷ്യവശങ്ങൾ കാണാൻ ഇത്രയും കാലം കാത്തിരിക്കേണ്ടി വന്നോ എന്നൊരു ചോദ്യം വരുമല്ലോ. കാരണം അദ്ദേഹം മറിച്ച് പറഞ്ഞ ഒരാളാണ്. അതാണ് ഒടുവിലത്തെ ഒരു പ്രശ്നം. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഒടുവിൽ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിൻ്റെ ആശയപരമായി തന്നെ കോൺഗ്രസിനെ വിമർശിക്കുന്ന, എതിർക്കുന്ന ഒരു തലത്തിലേക്ക് വന്നു ചേരുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വളരെ പ്രകടമാണ്. അദ്ദേഹത്തിൻ്റെ എങ്ങോട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹിന്ദു ലേഖനത്തിൽ പറഞ്ഞു. ഇന്നലത്തെ ലേഖനത്തിൽ അദ്ദേഹം കോൺഗ്രസിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. കോൺഗ്രസ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ക്രമാനുഗതമായ ഒരു വളർച്ചയാണ് നല്ലത്. ഇനിയിപ്പോൾ ശശി തരൂർ ഇറങ്ങിപ്പോയാൽ പോലും കോൺഗ്രസിന് കാര്യമായ ആഘാതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസ് എങ്ങോട്ടാണ് പോകുന്നത്, തരൂർ എങ്ങോട്ട് പോകുന്നുവെന്നും ആ തരൂരിനോട് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം വെച്ച് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നും കോൺഗ്രസ് തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിന് യാതൊരു പോറലും ഏൽപ്പിക്കാതെ ശശി തരൂർ തൻ്റെ കൊച്ചു താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലാവണങ്ങൾ നേടി പോകും എന്ന് തന്നെ ഉറപ്പിക്കാവുന്ന ഒരു ഘട്ടമാണിത്. ശശി തരൂരിന് നല്ലത് നേരാം, കോൺഗ്രസിനും നല്ലത് നേരാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.